ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാമെന്നുള്ളതാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള പരീക്ഷാ പരിശീലനമാണിത്. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്. അതിൽ പ്രസി റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ പ്രസി എങ്ങനെ എഴുതുന്നുള്ള ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഈ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ക്ലാസ് കൂടി നോക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫോർമൽ ലെറ്ററിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതാണ് ഒരു ലേ ഔട്ട്, ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ലേ ഔട്ടാണ്. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം എഴുതി വെച്ചിരിക്കുന്നത്, രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടും തമ്മിൽ. രണ്ടും കറക്റ്റാണ്. പക്ഷെ ഒരു കാര്യം, ഈ റൈറ്റ് സൈഡിലുള്ളതൊന്ന് നോക്കുക. ഇപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു ഫോർമാറ്റിൽ ഈ റൈറ്റ് സൈഡിൽ കുറച്ച് പൊക്കത്തിലായിട്ട് എഴുതിയിരിക്കുന്നത് ഫ്രം അഡ്രസ്സാണ്. ആരാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ്. അത് കുറച്ച് താഴത്തായിട്ട്, ആ ലെവലിൽ നിന്ന് കുറച്ച് താഴത്തായിട്ട് ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ് ആർക്കാണോ നമ്മൾ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും അത് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ രണ്ടും ഒരു സൈഡിൽ തന്നെ, രണ്ടും ലെഫ്റ്റിൽ തന്നെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും അവിടെ തന്നെ എഴുതാം. ഓക്കെ, പിന്നെ ഇവിടെ ഫ്രം അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. അപ്പോൾ ഓരോ കൺവെൻഷൻ അനുസരിച്ചാണ്, പലയിടത്തും കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തി ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൂൾസ് ഫോർ റൈറ്റിംഗ് ഫോർമൽ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. റൂൾസ് എന്ന് പറയുമ്പോൾ ആദ്യം അഡ്രസ്സിൻ്റെ കാര്യം തന്നെയാണ്. ആദ്യം യുവർ അഡ്രസ്സ്, ആരാണോ സെൻഡ് ചെയ്യുന്നത്, സെൻഡേഴ്സ് അഡ്രസ്സ്. ദ റിട്ടേൺ അഡ്രസ് ഷുഡ് ബി റിട്ടേൺ ഇൻ ദ ടോപ്പ് റൈറ്റ് ഹാൻഡ്. ഞാൻ പറഞ്ഞു ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഞാൻ ആദ്യത്തെ ഫോർമാറ്റിൽ കാണിച്ചത്, അടുത്തതിൽ ലെഫ്റ്റ് ഹാൻഡിലും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് മോർ സ്യൂട്ടബിൾ ആയിട്ട് ലെഫ്റ്റിൽ തന്നെ എഴുതാം, ലെഫ്റ്റ് കോർണറിൽ. ഓക്കെ, ദെൻ അഡ്രസ് ഓഫ് ദ പേഴ്സൺ യു ആർ റൈറ്റിംഗ് ടു, ആർക്കാണോ അയക്കുന്നത് അവരുടേത് ലെഫ്റ്റിൽ വേണം, ബിലോ യുവർ അഡ്രസ് അല്ലെങ്കിൽ ബിലോ ദ സെൻറ്റേഴ്സ് അഡ്രസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രം വേണം, അത് കഴിഞ്ഞ് ടു, ആർക്കാണ് അയക്കുന്നതെന്ന് കൊടുക്കുക. അടുത്തത് ഡേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യം പലരും പല സ്ഥലത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സിഗ്നേച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നെയിമും പ്ലേസും എഴുതാറുണ്ട്. അത് നെയിമും കഴിഞ്ഞിട്ട് പ്ലേസും ഡേറ്റും എഴുതാറുണ്ട്. അവിടെ ഡേറ്റ് എഴുതുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് കൂടാതെ നമ്മുടെ ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്, അതായത് ടു അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റോ ലെഫ്റ്റോ ആയിട്ട്, താഴത്തെ ലൈനിൽ റൈറ്റോ ലെഫ്റ്റോ ആയിട്ട് എഴുതാവുന്നതാണ്. മന്ത് സാധാരണ ഒരു വേർഡ്, ഇപ്പോൾ ഒക്ടോബർ മാസമാണെങ്കിൽ ഒക്ടോബർ, ഓക്കെ, അങ്ങനെ എഴുതാം. ഇപ്പോൾ 2 ഒക്ടോബർ 2018 അങ്ങനെ വേർഡായിട്ട് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചോയ്സാണ്. ഡേറ്റ് ഒന്നുകിൽ അവസാനം എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. ഇത് കറക്റ്റ് ഫോർമാറ്റാണ്. പിന്നെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്. ഇപ്പോൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷുകാർ അവരൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിയർ മിസ്റ്റർ ജെങ്കിൻസ്, അല്ലെങ്കിൽ ഡിയർ സർ ഓർ മാഡം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആളുടെ പേരറിയില്ലെങ്കിൽ എപ്പോഴും സർ അല്ലെങ്കിൽ മാഡം എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ, നമ്മളിപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഇതിന് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാം എന്ന് എഴുതാം. ഓക്കെ, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം എന്ന് എഴുതാം. ഡിയർ സർ, ഡിയർ മാഡം എന്ന് നമ്മൾ അത്ര അങ്ങനെ പരിചയമില്ല, അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം എന്ന് എഴുതുക. പുറമേ ഉള്ളിടത്തൊക്കെ ഡിയർ സർ, ഡിയർ മാഡം എന്ന് എഴുതുന്ന പതിവാണ്. പക്ഷേ നമുക്ക് റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെയിം അറിയില്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ സല്യൂട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നെയിം അറിയാമെങ്കിൽ മിസ്റ്റർ, മിസ്സിസ്, മിസ് അല്ലെങ്കിൽ മിസ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണെങ്കിൽ ഡോക്ടർ, അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. സർനെയിംസ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളൊരു ലേഡിക്കാണ് ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമുക്കറിയില്ല മിസ്സിസ് ആണോ മിസ് ആണോ അവർ യൂസ് ചെയ്യുന്നത്, അവർ മാരീഡ് ആണോ സിംഗിൾ വുമൺ ആണോ, അതൊന്നും നമുക്കറിയില്ലെങ്കിൽ എപ്പോഴും നമുക്ക് മിസ്, ഓക്കെ, മിസ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിസ്സിസ്, ഇപ്പോൾ മിസ്സിസ് ഈ ഒരു മിസ് ഇത് ഏതാണെന്ന് അറിയില്ലെങ്കിൽ MS എന്നിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് മാരീഡ് ആൻഡ് സിംഗിൾ വുമൺ. അപ്പോൾ മിസ്സിന് ഈ MS എന്ന് ഇട്ടാൽ മതി. മാരീഡ് വുമൺ ആയാലും സിംഗിൾ വുമൺ ആയാലും കോമൺ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ലെറ്റർ എൻഡ് ചെയ്യുമ്പോൾ
ലെറ്ററിൻ്റെ ഉള്ളിലുള്ള ബോഡിയുടെ കാര്യം അല്ലെങ്കിൽ കണ്ടൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ലെറ്റർ എൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പല അപ്പോൾ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളത് നമുക്ക് ആ പേഴ്സൻ്റെ പേരറിയില്ലെങ്കിൽ എങ്ങനെ എഴുതാൽ മതി? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ് മോർ അപ്രോപ്രിയേറ്റ്. ഇഫ് യു ഡു നോട്ട് നോ ദ നെയിം ഓഫ് ദ പേഴ്സൺ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഈസ് ബെറ്റർ. ഇനി യുവേഴ്സ് സിൻസിയർലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് യു നോ ദ നെയിം ഓഫ് ദ പേഴ്സൺ എൻ ദ ലെറ്റർ ദിസ് വേ. ഓക്കെ, അപ്പോൾ യുവേഴ്സ് സിൻസിയർലി യൂസ് ചെയ്യുന്നതിനും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി യൂസ് ചെയ്യുന്നതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി യുവേഴ്സ് സിഗ്നേച്ചർ വേണം. നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മുടെ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ ഇട്ടിട്ട് അതിൻ്റെ അടിയിലാണ് പേര് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഒരാൾക്ക് ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് അവരറിയണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പേര് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ മിസ് എന്നോ മിസ്റ്റർന്നോ അങ്ങനെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ കണ്ടൻറ്റ് പറയുവാണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് 2 പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷോർട്ടായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സബ്ജക്റ്റ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ലെറ്റർ എഴുതുന്നതെന്ന് ഒരു സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ അവരെ സല്യൂട്ടേഷന് മുമ്പ് തന്നെ അതായത് സർ, റെസ്പെക്റ്റഡ് സർ അങ്ങനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? സബ്ജക്റ്റ് കൊടുക്കാവുന്നതാണ്. സബ്ജക്റ്റിനകത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോർട്ടായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതില്ലാതെ തന്നെയായാലും എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ദാറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് ആദ്യം തന്നെ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ആൻ എൻക്വയറി, ടു കംപ്ലെയിൻ, ടു റിക്വസ്റ്റ് സംതിങ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഫോർമലായിട്ട് വരുന്നത്. ഫോർമൽ ലെറ്റർ വരുന്ന ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ അതൊരു എൻക്വയറി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഹൈക്കോർട്ടിന് ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു സബോർഡിനേറ്റ് ഓഫീസർക്കെതിരെ അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആകാം. ഓക്കെ, ഒരു അതോറിറ്റിക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ് ആകാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ആകാം. അപ്പോൾ അതെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഷോർട്ടായിട്ട് പർപ്പസ് സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മിഡിലായിട്ടാണ് നമ്മൾ ആ ഒരു പർപ്പസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് അല്ലെങ്കിൽ പാരഗ്രാഫ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലെറ്റർ എന്ത് ചെയ്യണം? ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ ബിഹൈൻഡ് ദ റൈറ്റിംഗ് ഓഫ് ദ ലെറ്റർ വേണം അവിടെ കൊടുക്കാനായിട്ട്. ഇനി ഈ എല്ലാ ഇൻഫോർമേഷൻസും വളരെ ക്ലിയർ ആയിട്ടും അതുപോലെ ലോജിക്കലായിട്ടും കൊടുക്കണം. അല്ലാതെ വെറുതെ പരത്തി എഴുതുകയല്ല ഉദ്ദേശിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു അതോറിറ്റീസിന് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല. സോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയേണ്ടത്, നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം വാട്ട് ആക്ഷൻ യു എക്സ്പെക്ട് ദ റെസിപ്പിയൻറ്റ് ടു ടേക്ക്. എന്ത് ആക്ഷനാണ് ആ റെസിപ്പിയൻറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അവിടെ പറയണം. വി ഷുഡ് സ്റ്റേറ്റ് ദാറ്റ് വാട്ട് ആക്ഷൻ യു എക്സ്പെക്ട് ദ റെസിപ്പിയൻറ്റ് ടു ടേക്ക്. റീഫണ്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാനാണോ, എന്താണ് അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോഴാണ് ലാസ്റ്റ് പാരഗ്രാഫ് ആവുക. അപ്പോൾ അത്രയാണ് കണ്ടൻറ്റ് പറയുക. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് പറഞ്ഞു, കണ്ടൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പറഞ്ഞു. ഇനി ഈ ലെറ്റർ റൈറ്റിങ്ങിൽ തന്നെ കുറച്ച് അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട്. അബ്രിവേഷൻസ് എന്ന് പറഞ്ഞത് ASAP എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ. അതുപോലെ CC കാർബൺ കോപ്പി. ഇപ്പം നമ്മൾ ഒരു ലെറ്റർ ഒരാൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട് എന്നറിയുകയാണെങ്കിൽ അത് CC ആണ്. അടുത്തത് ENC എന്ന് കൊടുത്താൽ എൻക്ലോഷർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ലെറ്ററിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് പേപ്പേഴ്സ് കൂടി എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ PP എന്ന് പറഞ്ഞത് പെർ പ്രൊക്കുറേഷനും എന്നാണ്. അതൊരു ലാറ്റിൻ ഫ്രേസ് വേർഡാണ്. അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു, ഒരാളെ റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അവരവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അത് PP ഇട്ടിട്ടാണ് സൈൻ ചെയ്യുക. ഇനി PS എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്നാണ്. നമ്മൾ ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആഡ് ചെയ്യാനുണ്ടായിരുന്നു, അത് വിട്ടുപോയെങ്കിൽ നമുക്ക് താഴെ PS പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ PTO
PTO എന്ന് വെച്ചാൽ ഇൻഫോർമൽ ആയിട്ടുള്ളതാണത്. ശരിക്കും പ്ലീസ് ടേൺ ഓവർ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ മറുവശത്തും കൂടി ഉണ്ടെങ്കിൽ അത് മറുവശത്തും കൂടി നോക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് നമ്മൾ PTO കൊടുക്കുന്നത്. RSVP എന്ന് പറയുന്നത് പ്ലീസ് റിപ്ലൈ എന്നാണ്. പ്ലീസ് റിപ്ലൈ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് RSVP എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് ഫോംസ് ആണ്. ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ നിർബന്ധമില്ല. ബട്ട് ദീസ് ആർ ദ അബ്രിവേഷൻസ് യൂസ്ഡ് ഇൻ ദ ലെറ്റർ റൈറ്റിംഗ്. ഇനി ഒരു പേഴ്സണൽ ലെറ്ററിനെ കുറിച്ചും കൂടി പറയാം. നമുക്ക് പേഴ്സണൽ ലെറ്ററും അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററും കൂടി എഴുതാൻ വരുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിന് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അയക്കുന്നത്. അതായത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കാര്യം അറിയിക്കുന്നതിനുള്ളതിനെല്ലാം പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയും. അതായത് അതിലിപ്പോൾ അപ്പോളജീസ് വരാം, താങ്ക് യു ലെറ്റേഴ്സ് വരാം, പേഴ്സണൽ റെഫറൻസ്, ഒരാളെ റെഫർ ചെയ്യുന്നു, ഒരാളെ ജോബിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നു, അത് പറയാം. അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ ലെറ്റർ, ഇപ്പോൾ കഴിഞ്ഞ തവണ വന്ന എക്സാമിന് ഒരു കൺഗ്രാജുലേഷൻ ലെറ്റർ ആയിരുന്നു. പിന്നെ ഇൻവിറ്റേഷൻ, അതുപോലെ കണ്ടോളൻസ്, അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ, ഇതെല്ലാം എന്താണ്? പേഴ്സണൽ ലെറ്റർ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പേഴ്സണൽ ലെറ്ററുകൾ എങ്ങനെ എഴുതാം? ഇപ്പോൾ കണ്ടോളൻസ് ലെറ്റർ അത്രയും ഞാൻ പറഞ്ഞു. ഇനി പറയുന്നത് ഒരു കൺഗ്രാജുലേഷൻ ലെറ്റർ ടു എ ഫ്രണ്ട്, അതിൻ്റെ റൈറ്റിംഗ് ടിപ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ആ ലെറ്റർ എങ്ങനെയായിരിക്കണം? ഫ്രണ്ട്ലി ആയിരിക്കണം, ഇൻഫോർമൽ ആയിരിക്കണം. പിന്നെ ആദ്യം തന്നെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ എന്തിനാണ് ആ ലെറ്റർ എഴുതുന്നത് എന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ വിഷ് ഹിം ഓർ ഹെർ ലക്ക് ഇൻ ഹിസ് ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഓക്കെ, ഭാവി കാര്യങ്ങളിലെല്ലാം അവർക്ക് നല്ല വിഷസ് കൊടുക്കുക. അതുപോലെ ബിഫോർ യു സെൻഡ് യുവർ ലെറ്റർ സ്പെൽ ചെക്കും ഗ്രാമർ ചെക്കും എല്ലാം നോക്കുക, ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. അത് ഏത് ലെറ്റർ എഴുതിയാലും അങ്ങനെയാണ്. പിന്നെ ലെറ്റർ എൻഡ് ചെയ്യുമ്പോൾ വിഷിംഗ് ലക്ക് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ഇൻക്ലൂഡ് യുവർ സിഗ്നേച്ചർ അൺലെസ് ഇറ്റ് ഈസ് ആൻ ഇമെയിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ കൂടിയും നിങ്ങൾ സിഗ്നേച്ചർ എന്തായാലും അതിൽ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സിഗ്നേച്ചർ വേണ്ട അങ്ങനെ വിചാരിക്കരുത്, സിഗ്നേച്ചർ എന്തായാലും കൊടുക്കുക, ഇമെയിൽ ലെറ്റർ അല്ലെങ്കിലും. ഇതൊരു ഫോർമാറ്റാണ്. ഇതിൽ ഫ്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേറ്റ് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ടു അഡ്രസ്സ് ഉണ്ട്, ദെൻ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട് കൺഗ്രാജുലേഷൻ ലെറ്ററിന്. ആ സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, ഇൻഫോർമൽ ലെറ്ററിലായതുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അത് താഴെ എഴുതുക ഡിയർ കഴിഞ്ഞിട്ട് നെയിം ഓഫ് ദ ഫ്രണ്ട് എഴുതാം. ഡിയർ ഫ്രണ്ടിൻ്റെ പേര് എഴുതാം. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഐ ആം ഗ്ലാഡ് ടു ഹാവ് ഹെഡ് അബൌട്ട് യുവർ റിസൾട്ട്സ്. യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഹാവ് ഫൈനലി പെയ്ഡ് ഓഫ് ഇൻ ദ IAS examination and helped you to secure a good run. You have made all of us so proud. This is just the first step towards a glorious future. അതാണ് ഒരു സെൻറ്റൻസ് പറയുന്നത്. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തിനാണ് വിളിച്ചത് ആ ഒരു കാര്യം അങ്ങ് കംപ്ലീറ്റ് പറയുക. പിന്നെ പറയേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറയണ്ടേ? ഐ ഓൾവേസ് ഹാഡ് കോൺഫിഡൻസ് ഇൻ യു ആൻഡ് യുവർ ഡ്രീംസ്. യു ഹാവ് proved your worth. You didn't let the support and sacrifice your loving parents to go in vain. The credit of your success surely goes to them, and of course your hard work. You will be a great asset to your family and moreover to the nation. Okay, അത് കഴിഞ്ഞിട്ട് and congratulate you with all my heart and will always pray for your success. Yours truly, name of the friend, sign of the friend. ഓക്കെ, സോ ഇതൊരു നല്ലൊരു ഫോമാറ്റാണ്. ഇതല്ലാതെ വേറൊരു ഫോമാറ്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. Congratulations on your wedding. I recently got the news through a mutual friend of ours of your wedding, and I am very much glad. I am thankful to get in touch with you. As soon as I got your contact details, I decided to congratulate you by writing a letter. I am really very happy for you because finally you found a match for yourself. ഇങ്ങനെ പറഞ്ഞിട്ടൊരു ലെറ്റർ. ഓക്കെ, അപ്പോൾ വെഡിങ്ങിന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്, ആദ്യം IAS എക്സാം പാസ്സായതിന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതാം. അപ്പോൾ ഈ ഒരു ബേസിക് ഫോർമാറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ പല റൈറ്റിംഗ് ടിപ്സ്, റൈറ്റിംഗ് അതായത് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ പല സബ്ജക്ട്സ്, അതൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. നോക്കുക, കുറച്ച് ടൈപ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ പോവുക. അപ്പോൾ wish you all the best for all of you. Thank you so much.